ഹലോ എവ്രിവൺ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് പറയാനാണ് ഞാനിപ്പോൾ വന്നത്. കഴിഞ്ഞ ഒരു 1 വീക്ക് ബിഫോർ നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. NCERT സിലബസ് റെഡ്യൂസ് ചെയ്തതിനെ കുറിച്ച്. നമ്മുടെ ഇപ്പം 12th ക്ലാസ് 11th കുറേ ചാപ്റ്റേഴ്സ് NCERT സിലബസ് അവർ റെഡ്യൂസ് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് CBSE എക്സാമിന് എന്തായാലും അതുണ്ടാവില്ല, കാരണം NCERT ആ ചാപ്റ്റേഴ്സൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി. പക്ഷേ ഇപ്പോൾ SCERT പുതിയൊരു ന്യൂസ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിപ്പോൾ ഞാനിപ്പോൾ ഫോൺ നോക്കിയപ്പോൾ ആ ന്യൂസ് കണ്ടപ്പോൾ അത് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാനിപ്പോൾ വന്നത്. എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് ഈ NCERT ഡിലീറ്റ് ചെയ്ത പോർഷൻസ് എല്ലാം തന്നെ നമ്മുടെ SCERT എക്സാമിന് അല്ലെങ്കിൽ കേരള സ്റ്റേറ്റ് ബോർഡ് എക്സാമിന് അതെല്ലാം ഉണ്ടായിരിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ അത് നിങ്ങൾക്ക് സ്കൂളുകളിൽ അവർ പഠിപ്പിച്ചു തരും എന്നാണ് ഇപ്പോൾ SCERT പറയുന്നത്. ടീച്ചേഴ്സ് നിങ്ങൾക്ക് സ്കൂളുകളിൽ ആ ഡിലീറ്റഡ് പോർഷൻസ് ചാപ്റ്റേഴ്സ് എടുത്തു തരും, അത് എക്സാമിനും ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ SCERT പുറത്തുവിട്ടുള്ള ഒരു ന്യൂസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇത് കേൾക്കുമ്പം എല്ലാ സ്റ്റേറ്റ് ബോർഡ് സ്റ്റുഡൻസും പറയുന്നുണ്ടായിരിക്കും, അയ്യോ ഇനിയിപ്പോൾ ആ ഡിലീറ്റഡ് പോർഷൻസും പഠിക്കണം എന്നുള്ള കാര്യം. പക്ഷെ നിങ്ങൾ ആരും സങ്കടപ്പെടണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അപ്പിയർ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ കീം ആയിക്കോട്ടെ, നീറ്റ് ആയിക്കോട്ടെ, ഈ ഡിലീറ്റഡ് പോർഷൻസ് ഒന്നും അതിൽ നിന്ന് ഒഴിവാക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ഒരുപാട് ചാപ്റ്റേഴ്സ് ബോർഡ് എക്സാമിന് ഇല്ലായിരുന്നു. ആ ചാപ്റ്റേഴ്സ് എല്ലാം പക്ഷേ നിങ്ങൾ നീറ്റിനും കീമിനും ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടി വന്നു, അല്ലേ? അല്ലെങ്കിൽ ആ ചാപ്റ്റേഴ്സ് ഒന്നും പഠിക്കാതെ നമുക്ക് കീമിനോ നീറ്റിനോ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് അറിഞ്ഞിട്ട് വേണം പോകാനും, അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്കൊരു എന്താ പറയുക, ഇതൊരു ചാൻസ് ആയിട്ട് നിങ്ങൾ എടുക്കുക. പിന്നെ ഇപ്പോൾ ഈ ഒരു ബോർഡ് എക്സാം കഴിഞ്ഞ് ഒരു 2 മാസത്തിലാണ് നിങ്ങൾ ആ ഡിലീറ്റഡ് പോർഷൻസ് ഒക്കെ ഫ്രം സ്ക്രാച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇത് ബോർഡ് എക്സാമിന് പഠിച്ച കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും. പിന്നെ നിങ്ങൾക്ക് കോൺസെപ്റ്റ് കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് PYQs ചെയ്താൽ മതിയായിരിക്കും. ഇങ്ങനെ ഒരുപാട് സമയം നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും, അല്ലേ? അപ്പോൾ ഡിലീറ്റഡ് പോർഷൻസ് ഒന്ന് ഒക്കെ വീണ്ടും പഠിക്കണം എന്ന് ആലോചിച്ചിട്ട് ആരും സങ്കടപ്പെടുന്നു വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ലോങ് ടേം ഗോൾ നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതി നിങ്ങൾ പാസ്സാവുന്നു, ഒന്നുകിൽ ഡോക്ടർ ആവുന്നു, എഞ്ചിനീയർ ആവുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്നു, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ആഗ്രഹം. അപ്പം നമുക്ക് അങ്ങോട്ട് എത്തണമെങ്കിൽ നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വേ അതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ ബോർഡ് എക്സാമിന് പഠിക്കുന്നതിന് ആരും സങ്കടപ്പെടുന്നു വേണ്ട. യെസ്, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യം പെട്ടെന്ന് നിങ്ങളോട് പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാൻ വന്നത്. ആൻഡ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വേദാന്തു മലയാളം യൂട്യൂബ് ചാനലാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് ആയിട്ടും ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് ആയിട്ടും നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.